ഹലോ എവരിവൺ. RRBയുടെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എന്നൊരു ന്യൂസ് കുറേ നാളുകളായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾ കേൾക്കുന്നുണ്ട്. ഒരു നോട്ടീസ്, ഇങ്ങനെ ഒരു നോട്ടീസ് നിങ്ങൾ പലരും RRB ALPയുടെ നോട്ടിഫിക്കേഷൻ സംബന്ധിച്ച നോട്ടീസ് വന്നിട്ടുണ്ട്. ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ ചോദിക്കുന്നുണ്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ ശരിയാണോ അതോ ഫേക്ക് ആണോ എന്ന്. നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നോക്കാം. നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ആയിരിക്കും പല ടെലഗ്രാം ചാനലിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഒരുപാട് പേര് കമൻറ്റുകളായിട്ട് ഈ നോട്ടിഫിക്കേഷൻ കണ്ടിട്ടാണ് ചോദിക്കുന്നത് RRB ALPയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽ നമുക്ക് നോക്കാം. നിങ്ങൾ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ആയിരിക്കും കണ്ടത്. ഇതിനകത്ത് അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റും അതുപോലെ ടെക്നീഷ്യനും ഈ രണ്ട് പോസ്റ്റിൻ്റെ വേക്കൻസീസ് എന്ന രീതിയിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. 10,023 വേക്കൻസീസ് അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റിനും അതുപോലെ ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് 11,023 വേക്കൻസീസും. ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷനാണ് കണ്ടത്. ഇത് CEN നമ്പർ 10/2023 എന്ന് പറയുന്നൊരു നോട്ടിഫിക്കേഷൻ ആയിരിക്കും നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളത്. ഒരുപാട് പേര് നമ്മുടെ വാട്സപ്പിലൂടെ നമുക്ക് സംശയങ്ങളായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ശരിയാണോ തെറ്റാണോ. അപ്പോൾ അവരോടെല്ലാം നമ്മൾ പറഞ്ഞത് ഒരു കാര്യം മാത്രം, ഇതുവരെ ഒഫീഷ്യലി ഇങ്ങനൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. മാത്രമല്ല ഇത് തെറ്റാവാൻ തന്നെയാണ് സാധ്യത. കാരണം CEN നമ്പർ 10/2023 എന്ന് പറയുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ഈ വരുന്ന 13/10/2023 മുതൽ ആപ്ലിക്കേഷൻ ലൈവ് ആവാൻ പോകുന്നത് ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം. കാരണം 10/2023 എന്ന് പറയുമ്പോൾ ഇങ്ങനെ റെയിൽവേ 2023 ഇതുവരെ നോട്ടിഫിക്കേഷൻസ് ഒന്നും വന്നിട്ടില്ല ഇതുവരെ. അപ്പോൾ ഈ 10/2023 എന്ന് പറഞ്ഞ പുതിയൊരു നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡേറ്റ് ഇട്ടിരിക്കുന്നത് 13/10/2023 മുതൽ, അതായത് വരുന്ന 13-ാം തീയതി മുതൽ. ഇതുവരെയും റെയിൽവേയുടെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിലും ഒരിടത്തും ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻസ് അവൈലബിൾ ആയില്ല. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത് ഫേക്ക് ആയിട്ടുള്ളൊരു നോട്ടിഫിക്കേഷൻ തന്നെ ആയിരിക്കും. മാത്രമല്ല നിങ്ങൾ പല ചാനൽസും അതുപോലെ തന്നെ പല വെബ്സൈറ്റുകളിലും നോട്ടിഫിക്കേഷൻ വന്നു എന്ന് പറയുന്ന ഒരു ഇൻഫോർമേഷൻസ് കാണുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഒഫീഷ്യലി ഇത് സ്ഥിരീകരിക്കാത്തൊരു ഇൻഫോർമേഷനാണ്. എന്നിരുന്നാലും വരുന്ന ഒരു നവംബർ ഡിസംബർ ടൈമിലെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ്ലി ഫേക്ക് ആണ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ.